നീ മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാനും ആൽവിനും മാഷൊക്കെ ഓരോ കില്ല് വീതെടുത്തു. ഈ ഡയലോഗ് പറയുന്ന ആള് 0 കില്ല്. ഇങ്ങനെ പുച്ഛിക്കില്ല, അത് കമന്ററി പറയുന്നുണ്ടായിരുന്നു, നമ്മളാരും കേക്കാൻ. റെഡി കൊടുക്കാൻ പറയണം. ഇപ്പൊ ചീത്ത കേൾക്കും. വേറെ റെഡി കൊടുത്തോ. നമുക്ക് ലോബിയില് 3 മിനിറ്റും കളിയിൽ 1 മിനിറ്റ് നാണക്കേടാണ് ബ്രോ. എന്നൊക്കെയല്ല, മര്യാദയ്ക്ക് അവിടെ മൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അതെല്ലാം കൂടെ അവിടെ പോയി നല്ല നേരാ. കളി തുടങ്ങാൻ നേരത്തെ ആരോ പറഞ്ഞായിരുന്നു മാഷ് എന്ത് പറഞ്ഞാലും കേട്ടോളാന്ന്. കേട്ടോളാം, അത് ശരിയാ. ഓടിപ്പോയ സൈഡിൽ ഒളിച്ചിരുന്നതല്ലേ. ഒളിച്ചിരുന്നത് മാറാൻ പറഞ്ഞ അവിടെ വിളിച്ചിരിക്കാനാ. ഇച്ച ആദ്യം വീണത്, ഇച്ചനെ രക്ഷിക്കാൻ നിന്നോണ്ട് ഞങ്ങള് 3 വീണത്. എന്റെ ടാഗ് പിന്നെ പെറുക്കിയ പോലെയായിരുന്നു. തീരുമ്പോഴേക്കും 1.5 മിനിറ്റ് സമയമുണ്ടല്ലോ. പിന്നെ ഇനി അതുകൊണ്ട് ടാഗ് പറക്കാൻ ഞങ്ങള് പുറകെ തുടങ്ങണം. എനിക്ക് ടെൻഷൻ, ഞാൻ പോവാ. ആരും എന്റെ പുറകെ നമ്പർ 3 എന്റെ പുറകെ വരുന്നുണ്ടല്ലോ. ഏതിനെ പോയാലും വിടില്ല ഞാനിത്. ദൂരെ പോ സാത്താനെ. മറ്റേ മാഷാ കേട്ടോ ഇറക്കേണ്ടത്. സുബിൻ റീലോഡിങ്ങോ? എന്ത് റീലോഡിങ്? ആ മറ്റേ തോക്ക് റീലോഡിങ്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇവിടെ സൈഡിൽ എങ്ങനെയായി മെസ്സേജ് ഒക്കെ എഴുതി കാണിക്കുന്നത്. കളിക്കാനും അറിയത്തില്ല, കളി അറിയത്തില്ല, കളിക്കാൻ വന്നേക്ക് വന്നിട്ട്. ഓ, അറിഞ്ഞിട്ട് ഇപ്പൊ എന്നാത്തിനാണാവാ? ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ഒരിടത്ത് കൊണ്ട് ഇറക്കും, അവിടെ നിന്ന് മെല്ലെ കളിച്ചോളുക. അത്രേ ഉള്ളൂ. ഒരു കാര്യം പറയട്ടെ, പ്ലാൻ പണ്ടപ്പോ പണ്ടായി ഈ കളി നമ്മൾ എടുക്കും. ഒരു സൈഡിൽ പതിയെ പോവാ. എടാ ആൽവിനെ, നീ വല്ലതും മിണ്ടടാ. ഓ എന്നാ ഓക്കെ ഓക്കെ എന്റെ പൊന്നെ. ആലോ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളൊക്കെ എന്താ അലപ്പ അലയ്ക്കുന്നത്, സമാധാനമായിട്ടൊന്ന് കളിക്കാൻ. ടീമിന്റെ മ്യൂട്ട് ചെയ്തിട്ടാ കളിക്കുന്നത്. മാഷ് സോണിന്റെ പുറത്താണ് ഉറക്കുന്നേ. ഇതുവരെ പാരച്ചൂട്ടിൽ പോകുമ്പോ മരിച്ചിട്ടില്ല കേട്ടോ, വെടികൊണ്ടിട്ട്. അതും കൂടി ഇനി എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്. എന്റെ പൊന്നെ, ഇതാരെ വേറെങ്ങും കിട്ടിയില്ല കയറാൻ. എടാ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മേലെയാ, ഞാൻ ഓട് പൊളിച്ച് താഴോട്ട് വീഴുവേ. ഇച്ച ഇതാരെ പന്നി സ്നൈപ്പർ കിട്ടിയ ഏതാ? അല്ല, ഈ തൊട്ട് മുമ്പിൽ ആളുള്ള, എനിക്ക് അടിക്കാൻ തന്നെ ഇവൻ അടിച്ചു, ആളിനെ അടിച്ചു. എന്റെ കയ്യിലുള്ളത് ഡിങ്കോ. ഞാൻ ഈ ചോപ്പറും എടുത്ത് പോന്ന. മാഷ് പറഞ്ഞ പോലെ ഇരിക്കട്ടെ, അതിപ്പോഴും എടുക്കല്ലേ. ഓക്കെ സാർ, തൊടൂലേ. നശിപ്പിച്ചിട്ട് ഇവക്ക് ചോപ്പർ ഓടിക്കാൻ അറിയില്ല, സത്യം. പിന്നെ ഞാൻ ഒരു കളിയിൽ സ്വന്തമായിട്ട് ചോപ്പർ ഓടിച്ചു വന്നതാ. എന്നിട്ട് ആ കളി എന്തുവായെന്നും കൂടെ പറ. അത് ചോദിക്കണം. ഇതൊരു മാതിരി. ഞാൻ പോവാ. എന്നാലും എനിക്കിവിടെ ലൂട്ടില്ല. ഇത്ര നേരം ഒറ്റ സ്നൈപ്പറാ കിട്ടിയ എനിക്ക്. ഞാൻ ആ ദൂരെയുള്ളൊരു വീട്ടിൽ ആണ്ട് ഒരു സ്റ്റെൽത്തി ഓപ്പർ ഈസ് അപ്രോച്ചിങ് എഴുതി കാണിക്കുന്നത് എന്തിനാ ഇവർ ഇടയ്ക്കിടയ്ക്ക്? ആരെങ്കിലും ചോപ്പർ ഓപ്പൺ ചെയ്ത് കാണും, അതാ. ആ മറ്റേ ബോക്സ് വീടല്ലേ?
ചോപ്പർ എടുത്തിട്ട് എങ്ങോട്ടേക്ക് പോവാണ്? ഇവിടെ ലൂട്ട് കുറവാ. ഓക്കെ താഴെ ഇനി ഏതാണ്? കുറച്ച് നമുക്ക് ചിപ്പ് എടുക്കണം. ലൂട്ട് കിട്ടിയാലാണ് സ്റ്റാൻഡ് ഓഫിന്റെ വേറെ അവിടെ പോയിട്ട് ആർക്കേലും ചിപ്പ് കൂടെ എടുത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കൊണ്ട് കൊടുക്കാൻ. എവിടെയാ വെച്ചാ ചിപ്പിന്റെ അടുത്ത് പോവാം. സ്റ്റാൻഡ് ഓഫിൽ കുറവ് വേണ്ട. ഇച്ചക്ക് ഇത് വേണോ? ചോപ്പർ എടുത്തോ. വേണ്ട, എവിടത്തേക്കും കിട്ടും ലൂട്ട്. അതൊന്നും പ്രശ്നമില്ല. വാ എടുക്കട്ടെ. ചോപ്പർ എടുത്തോ. എടുത്തോ. പക്ഷേ ഞാൻ എടുത്തോട്ടെ. അത്രക്കുള്ള ബഹുമാനമൊന്നും വേണ്ട, എടുത്തോട്ടെ എന്ന്. വാ സ്റ്റാൻഡ് ഓഫിലോട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വരണ്ടേ? അതാ പോന്നു. തന്നെ പോവാന്ന്. നമ്പർ 3 നമ്പർ 1 ആണ് ഇതിനെയും കൊണ്ട് ഇച്ച എന്നാ പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്നെയും കൂടെ കൂട്ടിട്ട് പോത്തില്ലായിരുന്നോ? നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എവിടെ പോകും? നീ ഒരു സ്ഥലത്ത് നിക്ക് മാഷേ. ആ ചോപ്പർ താത്ത എന്നിട്ട് വണ്ടി ഇതാ, ഞാൻ ഓടിച്ചോളാം. ഇന്നും കാണാൻ ലാൻഡ് ചെയ്യും. അയ്യപ്പി മാഷ ഓടിച്ചോ. ഒരെണ്ണത്തിനെ കൂടെ എടുക്കാണ്ടല്ലോ. ഓടിച്ചാ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചോ. ഞാൻ അതെനിക്ക് മനസ്സിലായി. ആ വണ്ടി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇതേ കയറായിരുന്നു. ഇത് ബാലാണോ? എന്റെ അമ്മേ, എന്റെ തല. എന്തല്ല ഇതാരാ? ഇൻട്രോവേർട്ട് നീ എന്നെ തള്ളിയിടോ? ചിലപ്പോ തല്ലി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ആദ്യമേ വന്നേക്കാം. ഓഹോ, ഇത്രയും നേരം തല്ലുകൊള്ളുന്നിടത്ത് പോവരുന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തല്ലു കൊള്ളാനാണോ കൊണ്ടുപോകുന്നേ? കാരണം സ്റ്റാൻഡ് ഓഫിന്റെ തൊട്ട അടുത്തായതുകൊണ്ട് നല്ല രീതിയിൽ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ കളിയത്. ന്യൂക്ലിയർ പ്ലാന്റിൽ ഇറങ്ങണോ? ആദ്യം ചിപ്പ് എടുക്കാം. ചിപ്പ് എടുത്തിട്ട് മതിയല്ലേ? ഓക്കെ. മാഷിനാളെ പഠിത്തൂല. അവിടെ ഒരു വണ്ടി ഉണ്ട്. ഒരു വണ്ടി, 2 വണ്ടി. ഫ്ലൈറ്റ് വേറെ. വേറെ ചോപ്പർ ഉണ്ടല്ലോ, മറ്റേതല്ലേ? എനിമി ലോക്ക് ഓണ്. ചാടണമെങ്കിൽ പറയണേ. ഇൻകമിങ് മിസൈല്. ചാടട്ടെ. അടുത്തന്നെ ചാടിക്കോ. ഒരടിക്കും കൂടെ എനർജി ഉണ്ട്, എന്നിട്ട് ചാടിക്കോ. അടുത്തന്നെ ചാടിക്കോ. ഇനി അതിന്റെ അകത്ത് തന്നെ കുറ്റി പിടിച്ചിരുന്നിട്ടെ പിന്നെ ചത്തിട്ട് ഞാൻ ആ കുറ്റക്കാരനെന്ന് പറയും. അതത്രേ ഉള്ളൂ. ഇതിലും ചത്തിട്ടുണ്ടെങ്കിൽ അത് മാഷ് തന്നെ. അല്ല, ഞങ്ങള് ജയിക്കേണ്ടതാ. വേണ്ട ഫോണ്ടല്ലോ, കേറി പോരാം. അപ്പൊ ചിപ്പ് അതുകൊണ്ട് ബസ് സ്റ്റേഷൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അകത്തോട്ട് കയറുമ്പോ ന്യൂക്ലിയർ പ്ലാന്റ് അവിടെ ഉണ്ട്. എല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുവാ. ഗണ്ണ് മാറ്റി വെച്ചിട്ട് ഓടും. ആ കുണ്ടി ഇങ്ങോട്ട് കയറ്റിപ്പോട്ടെ. സോണിന്റെ കണ്ണൊന്നുമില്ല. ഗണ്ണൊക്കെ എപ്പോഴേ വെച്ചു. എനിമീനെ കണ്ടാ പോലും കണ്ണെടുക്കൂല. പിന്നെയാ മനസ്സിലായോ? പക്ഷെ ഇനി ആരെങ്കിലും വരുമ്പോ പറയണേ എന്നോട് കണ്ണെടുക്കാൻ. ഞാൻ ഇനി കണ്ണെടുക്കൂല മാഷ് പറയുന്നവരെ. അതെ, ചളി അടിക്കാണ്ട് വേഗം വന്ന് ഇങ്ങട് വായിക്കിട് വേഗം. മാഷ് പറയണ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അതെ സമ്മതിക്കണം. നാളെ തൊട്ട് മാഷ് ഈ സമയത്ത് കളിക്കാൻ കേറൂല. ഇല്ല, ഞാൻ നിർത്തും ഈ പരിപാടി. ഞാൻ നിർത്തിയത്. ഞാൻ കൂട്ടി കിട്ടുക. എടാ ഇൻട്രോവേർട്ട് ലോറി എടുക്കുന്ന ലോറി വേണ്ട. ലോറി ഒരുമാതിരി പാണ്ടി ലോറി പോലത്തെ സാധനം. മറ്റേന്നാ നീ മിണ്ടാണ്ട് പോയി ആൾക്കാരെ കൊല്ലുന്നുണ്ടല്ലേ? എനിക്ക് സുഖമൊക്കില്ല. നമുക്കോട് ആരെ കണ്ടില്ല. നമ്മളാരെയും എനിമീനെ കണ്ടായിരുന്നോ? ഇല്ല. ചെല്ലുന്നില്ല. ഇപ്പൊ കാണാം. എനിമീനെ കണ്ടായിരുന്നു, പക്ഷെ മറ്റേ ചോപ്പറിലായിപ്പോയി.
ഞാൻ കൊണ്ട് രക്ഷപ്പെടുപോയതല്ലേ? ഉം. ആ കഴിഞ്ഞ കളി പോലെ ചൊറിഞ്ഞവന്മാരെ ഇറക്കണം. അതെ, എന്നാലും ഒരു ഇല്ല. മജയുള്ളൂ. അത് ചെയ്യരുതെന്നാ പറഞ്ഞേ. കഴുതേ കാര്യമായി പോന്നേ. അതെടുത്ത് കുമ്മനടിച്ച് മാസ്റ്റർ ബോർഡറെ കൊന്നേ. വാശല്ല ഞാനാ കൊന്നേ. അത് കുമ്മനടിച്ച് കൊണ്ടുപോയി. പിന്നെ അയാൾ എന്നെ തട്ടിയിട്ടിട്ട് ഓടിയതറിയാമോ? പക്ഷെ ഇത് ഓട്ട മത്സരമല്ല മാഷ്. ഞാൻ നോക്കുമ്പോ കയ്യിലൊരു സ്മോക്ക് ഒക്കെ പിടിച്ച ഒരേ ഓട്ടം. അതെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആ ചിപ്പ് എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്തില്ലേ? ഇല്ല ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ അല്ല, ചെയ്യുന്നില്ലേന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ചെയ്യണം. ഞാൻ മാർക്കൊക്കെ ചെയ്ത് അതിനാണല്ലേ വെച്ച് പിടിക്കും അങ്ങോട്ട്. അപ്പൊ നിങ്ങളൊക്കെ അങ്ങ് ദൂരെയുള്ള അതുകൊണ്ട് ചോദിച്ചതാ. അപ്പുറത്ത് കാണുന്ന തന്നെയല്ലേ. ഇതെന്ത് എടാ എടാ ഒന്ന് തിരിഞ്ഞു നോക്കണം. 4 ലൈനായിട്ട് ഓടുന്ന. മുന്നേ പോണത് ആദ്യം വീഴും, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ നോക്കിയാൽ മതി. നല്ല ഒരു സ്നൈപ്പർ വെച്ച് അടിച്ച പോലെ എല്ലായിടത്തും കിട്ടും. ഒറ്റ അടിക്കല്ലേ. ആളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന അസംബ്ലിക്ക് ആളുണ്ട്, പോലും. ആളുണ്ട്, ആളുണ്ട്, ആളുണ്ട്. ആളുണ്ട്. ഇച്ച അലമ്പാക്കല്ലേ ഇച്ച. ആളുണ്ട് അവിടെ. നീ എന്നാടാ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേ? ബാടാ. ഉള്ളിലാണ്. എടുത്ത് ഓ, സ്മോക്ക് ഒന്നും വേണ്ട, മാഷ് കൊന്നു. ഒരുത്തനോടുണ്ട്. മാഷേ ഇനിയുണ്ടോ? ഓക്കെ. ഇത് അടഞ്ഞും പോയോ? ഇതിന്റെ അടുത്ത് നിന്നില്ല, ഇത് അടഞ്ഞു പോവോ? അല്ല, അതിന്റെ ടൈം കഴിയുമ്പോ ഓഫ് ആവും. എടാ, എനിക്ക് ഒരെണ്ണം തരുമോ നീ? ഒരെണ്ണം തരുമോ നീ? ആരെങ്കിലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എടാ നിന്റെ പേരിന്റെ അർത്ഥം എന്താടാ? അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. എടാ, എടാ, ആൽവിനോടല്ല. ഇവിടുത്തെ ഒരുത്തനോടുണ്ടേ. ഇവിടുത്തെ ഈ മോർബ്രോ സോപ്പ് എന്നൊക്കെ പറഞ്ഞാല് അത് മാർവെല്ലിലെ മാർവലിലെ ആര്? മാർവെല്ലിലെ ക്യാരക്ടറാണ്. മാർവെല്ലിലെ ക്യാരക്ടർ. അതെ, മാർവലിൽ ഇയാൾ എന്താ ചെയ്യുന്നേ? ഞാൻ ഒരു വേറെ ടൈപ്പ് ക്യാരക്ടർ. അപ്പുറത്ത് പോണം. ഓഹോ, ആളുണ്ടോ? ഞാൻ ഒരാളെയും കാണുന്നില്ല, നമ്മളെ 4 അല്ലാണ്ട്. അറിയില്ല, ഞാൻ വെച്ച് പിടിക്കുവാണ്. ഡ്രോപ്പ് എടുക്കാൻ പോലെ മാഷേ കണ്ടല്ലേ. ഈ വണ്ടി എനിക്ക് ഇഷ്ടമില്ല, ഇതേ ഞാൻ കേറൂല, ഞാൻ നീന്തി വന്നോളാം. ഞാനിപ്പോ എത്തി. പിന്നെ ഇച്ച വെള്ളത്തിൽ കിടക്കുന്ന എനിക്ക് കാണാം. വണ്ടിയൊക്കെ എടുത്തേ. മാഷ് വണ്ടിയൊക്കെ എടുത്ത് അച്ചടക്കമുള്ള കുട്ടിയെ പോലെ ഇൻട്രോവേർട്ട് അതിൻ്റെ അകത്ത് കേറിയിട്ടുമുണ്ട്. ചാകുവാണെ ഞങ്ങള് രണ്ടുകൂടെ ചത്തോ. ഒറ്റ ഒരെണ്ണം കൂടെ ഉള്ളു, ആരെങ്കിലും ഒരാൾ എടുത്തോ. അങ്ങനെ മാഷ മനസ്സിലാക്കാൻ ഒറ്റ ഒരെണ്ണം കൂടെ ഉള്ളത്. വെളിയിൽ 3 ഗണ്ട് നടക്കുന്നുണ്ട്, അറിഞ്ഞൂടെ? ഓ അങ്ങനെ. എന്റെ മോൻ അങ്ങനെയൊക്കെ നോക്കണല്ലേ ഇതിനകത്ത്. അപ്പൊ ബാറ്റിൽ റോയൽ നിങ്ങൾ ആരൊക്കെ കളിക്കാറുണ്ട്? ഞങ്ങള് ഇവിടെ ആരോ ഉണ്ട്. ഇയാള് ഞങ്ങൾ വളരെ കുറവാണ് കളിക്കൽ. ആളുണ്ടേ. എവിടെ? ബാക്കില്. അതെവിടുന്ന് കണ്ടു മാർക്ക് ചെയ്ത് കൊടുത്ത് വെടി കൊള്ളുന്നു വേറെടുത്താ. ആരോ സ്നൈപ്പ് വെച്ച് കീച്ചുന്നുണ്ടല്ലോ. ഞാനാ. ആ, ഓക്കെ, എന്നാ ഓക്കെ. അകത്തൊരുത്തൻ കിടപ്പുണ്ട്, അവനെ അങ്ങ് ഫിനിഷ് ചെയ്തേര്. എനിക്ക് ഈ വെടി വെക്കാൻ പറ്റാ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടോ വളമോ? അതറിയാത്തോണ്ടാ. ഈ സാധനം ഞെക്കിയിട്ടാവുന്നില്ല വളമോ? റേഞ്ചാ?
ഓപ്പണറാണ് ഇവിടെ അധികം നിൽക്കണ്ട, തല്ലു വാങ്ങിച്ചു കിട്ടും. വാ. ആളുണ്ടോടാ? ആളുടെ അല്ല, അവിടെ അകത്ത് ആള് നിപ്പുണ്ടെങ്കിൽ അവർക്ക് തല്ലാൻ എളുപ്പമായിരിക്കും. നമുക്ക് കൊള്ളാനും. ബാ പോയേക്കാം. അതെ, മാറ്. അവിടെ ഒരു ഡ്രോപ്പ് വീണിട്ടുണ്ട്, അതെടുക്കാണ്ട് ഈ സൈഡിലോട്ട് പോവാം. പക്ഷെ അതെടുക്കാൻ പോവാണ് അപ്പാടെ. അതെടുത്തു കൊള്ളുവാണെങ്കിൽ വാങ്ങിച്ചോണം. ഇവിടുത്തെ ഡ്രോപ്പ് എടുക്കാൻ ഭയങ്കര ഈസിയാ പബ്ജിയിലെ വെച്ച് നോക്കുമ്പോ. അല്ല വണ്ടി വരുന്നതാണ്. അതെ, എന്നാ പല സൈഡിൽ നിന്നും വണ്ടി വരുന്നതാണോ? ആ ഇച്ച അങ്ങ് ദൂരെയാ. അയ്യോ വണ്ടി വണ്ടി ഓടിക്കോ. എവിടെ? എതിലേ ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് 5 ടീംസ് ആയാലോ? ഹോവർ ബോർഡ്. ആ ഹോവർ ബോർഡ് വെച്ച് ഇടിച്ചിടും അവൻ. അതെ പക്ഷെ അങ്ങ് ദൂരേന്ന് ഒരുത്തം വരുന്നുണ്ട്. ഡയറക്ഷൻ 245. വണ്ടി ഹവർ ബൈക്ക്. കവർ ഇല്ലാത്തതായിരുന്നു. സ്നൈപ്പർ ഉണ്ട്. സ്നൈപ്പറും ഉണ്ടോ? കറക്റ്റ് എന്റെ നെഞ്ചത്തോ മരിട്ടത്. എനിക്ക് ഓർമ്മ കിട്ടിയ വേണ്ട. ഇവിടെ നിറയെ ആളാ, ഇവിടെ നിറയെ ആളാ. നിങ്ങൾ എവിടെ പോയാ തല്ലുന്നേ? ഞാൻ എവിടുന്നോ തല്ലുന്നുണ്ട്, തല്ല് കൊള്ളുന്നുണ്ട്. ഫിനിഷ് ചെയ്ത് 3 പേരെ ഉള്ളേ. അവനും കൂടെ മേളിലെ. അയ്യോ നീ മരിച്ചു പോയടാ. ഇവിടെ ഉണ്ടാവുമാര് വരുന്നുണ്ട്. ചേച്ചി ഇത് ആർബർ ഇട്. എടാ എനിക്ക് അത്ര ഇടാനാവുള്ളൂ. അടി 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 അടി. അവനെ കൂടെ ഫിനിഷ് ചെയ്യ്, അവനെ കൂടെ ഫിനിഷ് ചെയ്യ്. ഇനി മടക്കി പറയാ ഞാൻ ആളെ കാണണ്ടേ? ഇപ്പുറത്ത് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് തരും, ഇങ്ങോട്ട് തരും. വീടിന്റെ അവിടെ വേറെ ഇങ്ങോട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വിവരമില്ല മനുഷ്യന്മാരെ? അങ്ങോട്ട് തിരി എന്ന് പറഞ്ഞാൽ ഞാൻ നിക്കുന്നിടത്ത് എണീറ്റ് കമന്ന് നിൽക്കണോ? ലെഫ്റ്റ് റൈറ്റ് പറയണ്ടേ? ഞാൻ ചത്തില്ലായിരുന്നു, അവിടെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ആർക്കൊന്നും പറയാനില്ല, ഞാൻ പറയുന്നില്ല. ലെഫ്റ്റ് റൈറ്റ് പറയാനുള്ളതിന് അങ്ങോട്ട് തിരി, അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ വീണ് കിടക്കും, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. ചത്ത 2 സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കൂടെ. അവിടെ വേറെ വേറെ ഷെഡ് ഒന്നും ഇല്ല. അവിടെ വേറെ ഒറ്റ ഷെഡേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നും അവിടെ ഇല്ല. ഞാൻ ഷെഡൊന്നും അതല്ല, ഞാനും അടിച്ചായിരുന്നു അവനെ. കുറച്ച് മറ്റേ EMP ലോക്കുമായിരുന്നു. ഉള്ളായിരുന്നു, ബാക്കി 2 നോക്കായിരുന്നു. നായും ഉണ്ടായിരുന്നു EMP ലോക്കും. അത് ഈസി ആയിട്ട് അടിക്കായിരുന്നു അവനെ. മാഷിനെ കൊന്ന ഒരുത്തനെ ഞാൻ കൊന്നു. അതവിടെ 2 പേരുണ്ടായിരുന്നു. മറ്റേ ആൾ ഇച്ചയുടെ അടുത്തായിരുന്നു. പക്ഷെ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി എന്ന് പറഞ്ഞപ്പോ എങ്ങോട്ടാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുന്ന പോലെ ആ പാറയ്ക്ക് 2 പ്രദക്ഷിണം വെച്ചു.
ആ ഷെഡ് പറഞ്ഞത് മാത്രം കേട്ടില്ല അല്ലയോ? ഇല്ല, ഷെഡ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അവിടെ. നന്നായി.